എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാനൊരു സദ്യ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിന് മുമ്പേ 2 തരത്തിൽ സാമ്പാർ ഉണ്ടാക്കി. ഒന്ന് വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒന്ന് അരക്കാത്ത സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പൊടികൾ ഉപയോഗിച്ചിട്ട് ഉള്ള സാമ്പാർ. ഇതിപ്പം ഞാനൊരു സദ്യക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസിലെ ഓണസദ്യക്ക് 25 പേർക്കുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി പരിപ്പ് വേവിക്കാനെടുത്ത് വെച്ചു. പരിപ്പിലേക്ക് മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളിയും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പം പുളി എടുത്ത് കുറച്ച് നല്ലപോലെ പുളി, 25 പേർക്ക് ഉണ്ടാക്കുന്ന സാമ്പാറിന് വലിയ ഒരു കൈപ്പിടി പാകത്തിൽ പുളിയെടുത്തു. പിന്നെ ബാക്കി കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു. അപ്പോഴേക്ക് പരിപ്പ് വെന്ത് കഴിഞ്ഞു. ഇനി അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അത് ഒന്നുകൂടെ വേവിക്കാൻ തോന്നുന്നുണ്ട്, കാരണം പരിപ്പ് നല്ലപോലെ ഉടക്കണമെങ്കിൽ സമയവും കുറവാണ്. അപ്പോൾ ഇന്നിപ്പം ഞാൻ 2 തരത്തിലായിട്ടാണ് വറുക്കുന്നത്. ഞാൻ ഇതിന് മുമ്പേ ഉണ്ടാക്കിയ 2 തരം സാമ്പാറിലും വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാറിൽ ഇത്രത്തോളം വൈവിധ്യമുള്ള വേറൊരു കറി വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ തന്നെ 4-5 തരത്തിൽ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പം ഞാൻ പരിപ്പും കൂടെ വറുത്തരച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. ആ എണ്ണയിലേക്ക് കായം, ഉലുവ, തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. ഇത് നല്ലൊരു ഫ്ലേവർ തരും സാമ്പാറിന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൊരിയിച്ചെടുക്കുന്നത്. പിന്നെ ഇത് നല്ലപോലെ തുവരപ്പരിപ്പും വേവുന്നതായത് വറുത്താവാനുള്ളത് കൊണ്ടാണ് തേങ്ങ അതിൻ്റെ കൂടെ ചേർക്കാത്തത്. അപ്പം ഞാൻ മുളകും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് വറുത്തെടുക്കുകയാണ്. ഇത് വറുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ശകലം തേങ്ങയും കൂടെ ചേർത്താണ് വറുക്കുന്നത്. വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത്, തേങ്ങയും കൂടെ വറുത്തരച്ചിട്ടുള്ള സാമ്പാർ. ഇപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 25 പേർക്കുള്ള സാമ്പാറാണ് ഞാൻ ഒരുക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ പരിപ്പ്, ഉലുവ, കായം, മുളക്, മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇത്രയും വറുത്ത് മാറ്റിവെച്ച ശേഷമാണ് ഞാൻ വീണ്ടും തേങ്ങ വറക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായി അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി, കറിവേപ്പില, ഇത്രയും ഇട്ട് എണ്ണയിൽ തന്നെ ഒന്നിട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ പിന്നെ തേങ്ങ ഒരുപാട് തേങ്ങയൊന്നും ചേർക്കണ്ട. നമ്മൾ ഈ വറുത്തരക്കുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് തേങ്ങയൊന്നും വറുത്തരക്കില്ല. ഇപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങ അത്രയും വറുത്തിട്ടുള്ളൂ. 25 പേർക്കുള്ളതാണെങ്കിലും 1 കപ്പ് തേങ്ങയെ വറുക്കുന്നുള്ളൂ. ആ 1 കപ്പ് തേങ്ങയും കൂടെ വറുത്ത് നല്ലപോലെ അതിൻ്റെ ഈ സാമ്പാറിൻ്റെ ഒരു നിറം ഒരു ഡാർക്കായിരിക്കണം. അപ്പോൾ അത്രയും അത് വറുത്ത് മാറ്റി വെച്ചു. ഇതെല്ലാം തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാൻ ഈ കറി വെക്കാനുള്ള വലിയൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വലിയൊരു പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ വെണ്ടക്ക ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. കാരണം കുറേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ വെണ്ടക്ക ഉടഞ്ഞ് ചേർന്നാൽ മൊത്തം കറീൻ്റെ ആ ചാറിനുള്ളൊരു കൊഴുപ്പും ഒക്കെ ആവും. അതുകൊണ്ട് വെണ്ടക്ക ഒന്ന് വഴറ്റി മാറ്റി വെക്കാം. വെണ്ടയ്ക്കും ഒപ്പം തക്കാളിയും ഇത് രണ്ടും ലാസ്റ്റ് ഇട്ടാൽ മതി. ഇനി അതൊന്ന് വഴറ്റിയിട്ട് മാറ്റി വെക്കുവാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വേവിക്കാം. ഇതേശം നല്ലപോലെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി വന്നു. ഇനി അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ സാമ്പാറിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിലിടാം. എല്ലാം ഒന്ന് മാറ്റി വെക്കട്ടെ. ഇനി അതേ പാത്രത്തിലേക്ക് ഞാൻ പുളി ഒഴിച്ചു കൊടുക്കുക. പുളി മുഴുവനായും അത് പിഴിഞ്ഞ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക്. അതിനിടെ പരിപ്പ് നല്ലപോലെ വേവിച്ചുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുളി പിഴിഞ്ഞ് ഈ കറിക്ക് ആവശ്യമുള്ള കറിയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവാൻ ആവശ്യമുള്ള പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ പുളിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു.
പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാ കഷ്ണങ്ങളും. ഇനി വേവാനുള്ള എല്ലാ കഷ്ണങ്ങളും, അതായത് മുരിങ്ങക്ക ഇട്ടിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, ഇത്രയും കഷ്ണങ്ങളാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക്, കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പും അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം, നന്നായി മിക്സ് ചെയ്ത് വരണ്ടേ. അതുകൊണ്ട് ആ വേവിച്ചുടച്ച് വെച്ച പരിപ്പും അരച്ച് വെച്ച അരപ്പും കൂടെ നമുക്കിതിൽ ചേർത്ത്, ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു, പക്ഷേ നമ്മൾ തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്തിട്ടില്ല, അത് വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഏകദേശം വെന്തിട്ടുണ്ടാവും ആ ഒരു സമയത്ത്. ഇനി ഇതൊന്ന് എല്ലാം തിളച്ച് പാകമായി കഴിഞ്ഞ ശേഷം അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ തിളക്കുന്ന ഇതിൽ തന്നെ അത് വെന്ത് വന്നോളും. അപ്പോൾ ഇത് ഉടഞ്ഞു പോവുകയും ചെയ്യില്ല, നന്നായി ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ സാമ്പാറിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കെല്ലാം പാകം നോക്കണം, എരിവ്, ഉപ്പ്, പുളി ഒക്കെ ആവശ്യമാണോ എന്ന്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്തു. അതുപോലെ നമ്മൾ ഈ അരപ്പ് ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ സാമ്പാറിൻ്റെ ചാറിന് എത്ര ഇത് വേണമെന്നുള്ള അതും കൂടെ നോക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ കായം നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും സാമ്പാർ വിളമ്പുമ്പോൾ തന്നെ ആ കായത്തിൻ്റെ ഒരു മണമൊക്കെ വരണം, അതല്ലേ സാമ്പാറിൻ്റെ ഒരു ഇത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അവസാനം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയാണ് സാമ്പാർ റെഡിയായ പിന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൽ ബാക്കിയുള്ളത് വറവിടാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം നമ്മളെല്ലാം തന്നെ ചേർത്തത് കൊണ്ട് ഇനിയിപ്പം നമുക്ക് കടുകും കറിവേപ്പില, ഉണക്കമുളക് അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ കടുക് താളിക്കുമ്പോൾ ചെയ്യേണ്ടതും ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് സാധാരണ എടുക്കുന്നതല്ല, ഒരു ചീനച്ചട്ടി, ചെറിയൊരു കുഞ്ഞ് ചീനച്ചട്ടി ഉണ്ട് എനിക്ക്, അതിലാണ് വറുത്തിടുന്നത്. സാധാരണ ഞാനൊരു കുഞ്ഞ് തടുക്കാ പാനിലാണ് വറുത്തിടാറ്, പക്ഷേ ഇത് കുറച്ച് കൂടുതലുള്ളത് കാരണം ഞാൻ എൻ്റെ കുഞ്ഞ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക്, ഉണക്കമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ട് അതിനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നല്ല മണം ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇനി ആ ചൂട് ചോറിലേക്ക് സാമ്പാർ ഒഴിച്ച് കഴിക്കുന്ന ഒരിതേ ഉള്ളൂ. നല്ല സാമ്പാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെൻ്റെ 3ാമത്തെ സാമ്പാറാണ്. 2 സാമ്പാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. Thank you for watching my channel.